ഹൗ ടു സ്പീക്ക് ഈവൻ വെൻ യു ഫോർഗെറ്റ് വേർഡ്സ്. നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് പറയാൻ പോകുമ്പോൾ വേർഡ്സ് മറക്കാറുണ്ടോ? എ സിമ്പിൾ 3 സ്റ്റെപ്പ് റിസ്ക് മെത്തേഡ് പറഞ്ഞു തരട്ടെ. വേർഡ്സ് ഇല്ലെങ്കിലും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണ്ട. വേർഡ്സ് മൈൻഡിൽ ഉണ്ടായിരുന്നു, പറയാൻ പോയപ്പോൾ മിസ്സിംഗ്. ഐ നോ ദ മീനിങ് ബട്ട് ഐ ഫോർഗോട്ട് ടു ഇംഗ്ലീഷ് വേർഡ്. സെന്റൻസ് ഹാഫ് വേ ദെൻ ബ്ലാങ്ക്. ഇതാണ് ബിഗിനേഴ്സിന് ഏറ്റവും പെയിൻഫുൾ എക്സ്പീരിയൻസ്. ആണോ അല്ലയോ? മോസ്റ്റ് പീപ്പിൾ തിങ്ക് ഇഫ് ഐ ഫോർഗെറ്റ് എ വേർഡ് ഐ കനോട്ട് സ്പീക്ക്. ബട്ട് ദാറ്റ്സ് എ റോങ്. English is not a memory test. It is a communication tool. വേർഡ്സ് മറന്നാൽ സ്പീക്കിംഗ് നിൽക്കേണ്ട, സ്വിച്ച് ചെയ്യണം. സ്റ്റെപ്പ് 1, റീപ്ലേസ്. ദ വേർഡ് യു ഫോർഗോട്ട്, യൂസ് എ സിമ്പിൾ വേർഡ്. എക്സാമ്പിൾ, യു ഫോർഗോട്ട് ഫ്രസ്ട്രേറ്റഡ്. ജസ്റ്റ് സേ ഐ ഫെൽറ്റ് വെരി ബാഡ്. സ്റ്റെപ്പ് 2, എക്സ്പ്ലെയിൻ. ഷോർട്ട് എക്സ്പ്ലനേഷൻ ഏഡ് ചെയ്താൽ മീനിങ് കംപ്ലീറ്റ്. I felt very bad because things didn't work. Step 3, continue. സ്റ്റോപ്പ് ചെയ്താൽ ഫിയർ ഗ്രോ ചെയ്യും, കണ്ടിന്യൂ ചെയ്താൽ കോൺഫിഡൻസ് ഗ്രോ ചെയ്യും. ഫ്ലോ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ അക്യുറസി. ഐ കുഡിന്റ് കോൺസെൻട്രേറ്റ് ബിക്കോസ് ഐ വാസ് എക്സോസ്റ്റഡ്. ബട്ട് യു ഫോർഗോട്ട് എക്സോസ്റ്റഡ്. റിസ്ക്. I couldn't concentrate. I was very tired. Too tired actually. Meaning 100% delivered. ഇനി വേർഡ്സ് മിസ്സാണെങ്കിൽ പാനിക് ചെയ്യുന്നില്ല. റീപ്ലേസ്, എക്സ്പ്ലെയിൻ, കണ്ടിന്യൂ. ഫ്ലുവൻസി ഇംപ്രൂവ് ചെയ്യും, ഫിയർ കുറയും. കമന്റ് ചെയ്യൂ, ഐ വിൽ ട്രൈ. നാളെ ഡേ 19 നോക്കാം. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വോയിസ് സ്മോൾ ആകുന്നത് എങ്ങനെ അവോയ്ഡ് ചെയ്യാം? ഫോളോ മീ.